ഹലോ ഫ്രണ്ട്സ്, നൈസ് ലേണിംഗ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ കാണുന്നതിനോടൊപ്പം തന്നെ ഇതിലുള്ള വീഡിയോസ് കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോയിൽ +1 ബയോളജിയിലുള്ള ദ ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വാട്ട് ഈസ് ലിവിങ്? എന്താണ് ലിവിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. We conventionally look for distinctive characteristics exhibited by living organisms: growth, reproduction, ability to sense environment and mount a suitable response come to our mind immediately as unique feature of living organisms. One can add a few more features like metabolism, ability to self-replicate, self-organize, interact and emergence to this list. അപ്പോൾ എന്താണ് നമ്മൾ ലിവിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് നമ്മളിൽ വളർച്ച അനുഭവപ്പെടുന്നുണ്ട്, നമ്മളുടെ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, എബിലിറ്റി ടു സെൻസ് എൻവയോൺമെൻറ്റ്, നമുക്ക് നമ്മുടെ ചുറ്റുപാടുമൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ട്, നമുക്ക് സ്യൂട്ടബിളായിട്ട് റെസ്പോൺസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ജീവിക്കുന്നു, അല്ലെങ്കിൽ ഒരു ജീവി ജീവിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. നമുക്ക് നമ്മുടെ ബോഡിയിൽ വളരെയധികം മെറ്റബോളിസംസ്, അതായത് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. നമുക്ക് സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്, സെൽഫ് ഓർഗനൈസ് ചെയ്യാൻ കഴിയുന്നുണ്ട്, ഇൻറ്ററാക്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ലിസ്റ്റ് നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതിനുള്ള തെളിവാണ്. Let us try to understand each of these. നമുക്കിവ ഓരോന്നും എങ്ങനെയാണ് നമ്മളിൽ പ്രാവർത്തികമാകുന്നത് നോക്കാം. All living organisms grow. Increase in mass and increase in number of individuals are twin characteristics of growth. A multicellular organism grows by cell division. In plants, this growth by cell division occurs continuously throughout their lifespan. In animals, this growth is seen only up to a certain age. However, cell division occurs in certain tissues to replace lost cells. Unicellular organisms grow by cell division. One can easily observe this in vitro cultures by simply counting the number of cells under the microscope. In majority of higher animals and plants, growth and reproduction are mutually exclusive events. One must remember that increase in body mass is considered as growth. Non-living objects also grow if we take increase in body mass as a criterion for growth. Mountains, boulders and sand mounds do grow. However, this kind of growth exhibited by non-living objects is by accumulation of material on the surface. In living organism, growth is from inside. Growth therefore cannot be taken as a defining property of living organisms. Conditions under which it can be observed in all living organisms have to be explained, and then we understand that it is characteristic of living systems. A dead organism does not grow. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഗ്രോത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്ത്? മാസും, ഇൻക്രീസ് ഇൻ മാസും ഇൻക്രീസ് ഇൻ നമ്പറും ഒരു ഇൻഡിവിജ്വൽസിൻ്റെ ട്വിൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഗ്രോത്തിനെ സംബന്ധിച്ചിടത്തോളം. മൾട്ടി സെല്ലുലർ ആയിട്ടുള്ള ഓർഗാനിസത്തിൽ ഗ്രോത്ത് നടക്കുന്നത് സെൽ ഡിവിഷനിലൂടെയാണ്. എന്നാൽ പ്ലാന്റ്സിൽ സെൽ ഡിവിഷൻ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ത്രൂ ഔട്ട് അവരുടെ ലൈഫ് സ്പാനിൽ ഫുള്ളും ഇങ്ങനെ കണ്ടിന്യൂസ്ലി ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ആനിമൽസിലെ സംബന്ധിച്ചിടത്തോളം ഒരു സർട്ടൻ ഏജ് വരെയാണ് അവരുടെ വളർച്ച നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രോസ് എന്ന് പറയുന്നത് എന്താണ്? എല്ലാ ജീവജാലങ്ങളിലും നടക്കുന്നുണ്ട്. ജീവജാലങ്ങളല്ലാത്ത മൗണ്ടെയ്ൻസിൽ, മോൾഡേഴ്സിൽ, സാൻഡ് മൗണ്ട്സ് ഒക്കെ ഗ്രോ ചെയ്യുന്നുണ്ട്. അവയുടെയൊക്കെ ഗ്രോസ് എങ്ങനെയാണ് നടക്കുന്നത്? അല്ലെങ്കിൽ പൊടിപടലങ്ങൾ അല്ലെങ്കിൽ മണ്ണുകൾ വർഷങ്ങൾ കഴിയുന്നതോറും അവൻ്റെ പുറമെ അടിഞ്ഞു കൂടിയിട്ടാണ് അവരുടെ വളർച്ച. നമ്മൾ പറയത്തില്ലേ, പാറ വർഷങ്ങൾക്ക് മുന്നേ കണ്ടതിനേക്കാൾ നല്ല വളർന്നിട്ടുണ്ട്. അവിടെ നടക്കുന്ന വളർച്ചയെന്ന് പറയുന്നത് എന്താണ്? എന്താണ്? പൊടിപടലങ്ങളൊക്കെ പുറമേ അടിഞ്ഞുകൂടി എന്ത് ചെയ്യുന്നുണ്ട്?
വളരുന്നു എന്നുള്ള പറയുന്നു. പക്ഷെ ഒരു ജീവിയെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്ലാന്റ്സ് അല്ലെങ്കിൽ ആനിമൽസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെയൊക്കെ ഗ്രോസ് എന്ന് പറയുന്നത് ഇൻസൈഡ് അവർ ബോഡി, അല്ലേ, ബോഡിക്ക് ഉള്ളിലാണ് നടക്കുന്നത്. സോ നമ്മൾ വളർച്ച എന്ന് പറയുന്നത് ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഒരു ക്യാരക്ടറാണ്. ഓക്കെ, യു അണ്ടർസ്റ്റാൻഡ്? Reproduction likewise is a characteristic of living organisms. In multicellular organisms, reproduction refers to the production of progeny possessing features more or less similar to those of parents. Progeny possessing features more or less similar to those of parents. Invariably and implicitly, we refer to sexual reproduction. Organisms reproduce by asexual means also. Fungi multiply and spread easily due to the millions of asexual spores they produce. In lower organisms like yeast and hydra, we observe budding. In planaria, that is flatworms, we observe true regeneration. That is, a fragmented organism regenerates the lost part of its body and becomes a new organism. The fungi, the filamentous algae, the protonema of mosses all easily multiply by fragmentation. When it comes to unicellular organism like bacteria, unicellular algae or amoeba, reproduction is synonymous with growth. That is, increase in number of cells. We have already defined growth as equivalent to increase in cell number or mass. Hence, we notice that to single-celled organisms, we are not very clear about the usage of these two terms, growth and reproduction. Further, there are many organisms which do not reproduce. Moles, sterile work bees, infertile human couples, etc. Hence, reproduction also cannot be an all-inclusive defining characteristics of living organs. Of course, non-living objects is capable of reproducing or replicating by itself. അപ്പോൾ റീപ്രൊഡക്ഷനും എന്താണ്, ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്, അല്ലേ. വ്യത്യസ്തമായ ജീവികളിൽ വ്യത്യസ്തമായിട്ടുള്ള റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. എസെക്ഷുവൽ റീപ്രൊഡക്ഷനും ഉണ്ട്. ഇപ്പോൾ സെക്ഷുവൽ റീപ്രൊഡക്ഷനും എസെക്ഷുവൽ റീപ്രൊഡക്ഷനും എന്താണ്, ലിവിങ്ങിൻ്റെ ഭാഗമാണ്. അനദർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലൈഫ് ഈസ് മെറ്റബോളിസം. That is, all living organisms are made of chemicals. These chemicals, small and big, belonging to various classes, sizes, functions, etc., are constantly being made and changed into some other biomolecules. These conversions are chemical reactions or metabolic reactions. There are thousands of metabolic reactions occurring simultaneously inside all living organisms. അപ്പോൾ എല്ലാ ജീവജാലങ്ങളിലും എന്ത് ചെയ്യുന്നത്, മേഡ് ചെയ്തിരിക്കുന്നത് കെമിക്കൽസ് കൊണ്ടാണ്. ആ കെമിക്കൽ ചിലപ്പോൾ സ്മോൾ ആയിരിക്കാം, ചിലപ്പോൾ ബിഗ് ആയിരിക്കാം. അതിൻ്റെ സൈസും ക്ലാസ്സും ഫങ്ഷൻസും ഒക്കെ വ്യത്യസ്തമായിരിക്കും. Are constantly being made and changed into some other biomolecules. These conversions are chemical reactions or metabolic reactions. There are thousands of metabolic reactions occur simultaneously inside all living organs. അല്ലേ, എല്ലാ ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഉള്ളിലും എത്ര thousands of metabolic reactions നടക്കുന്നുണ്ട്. Be they unicellular or multicellular, all plants, animals, fungi and microbes exhibit metabolism. The sum total of all the chemical reactions occurring in our body is metabolism. No non-living object exhibit metabolism. Metabolic reactions can be demonstrated outside the body in cell-free systems. An isolated metabolic reactions outside the body of an organism performed in a test tube is neither living or not living nor non-living. Hence, while metabolism is a defining feature of all living organisms without exception,
ഐസൊലേറ്റഡ് മെറ്റബോളിക് റിയാക്ഷൻസ് ഇൻ വിട്രോ ആർ നോട്ട് ലിവിങ് തിങ്സ് ബട്ട് ഷുവർലി ലിവിങ് റിയാക്ഷൻസ്. അപ്പോൾ ലിവിങ് റിയാക്ഷൻസിലെല്ലാം എന്താണ്, ഇത്രയും മനസ്സിലാക്കേണ്ടതുള്ളൂ, മെറ്റബോളിക് റിയാക്ഷൻസ് നമ്മുടെ ഓർഗാനിസത്തിൽ നടക്കുന്നുണ്ട്. ഇൻസൈഡ് അവർ ബോഡി തൗസൻഡ്സ് ഓഫ് മെറ്റബോളിക് റിയാക്ഷൻസ് ഒക്യൂർ ചെയ്യുന്നുണ്ട്. ഹെൻസ് സെല്ലുലർ ഓർഗനൈസേഷൻ ഓഫ് ദ ബോഡി ഈസ് ദ ഡിഫൈനിങ് ഫീച്ചർ ഓഫ് ലൈഫ് ഫോംസ്. അല്ലേ, നമ്മുടെ ബോഡിക്കകത്ത് തൗസൻഡ്സ് ഓഫ് മെറ്റബോളിക് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മെറ്റബോളിസം എന്ത് തന്നെയാണ്, ഒരു ലിവിങ് ഫീച്ചറാണ്. Perhaps the most obvious and technically complicated feature of all living organisms is this ability to sense their surroundings or environment and respond to these environmental stimuli, which could be physical, chemical or biological. നമുക്ക് ബയോളജിക്കലായിട്ടും കെമിക്കലായിട്ടും ഫിസിക്കലായിട്ടും നമ്മുടെ എൻവയോൺമെൻറ്റിൽ നിന്ന് ഒരു സ്റ്റിമുലി ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റിൽ നിന്ന് ഒരു എന്തെങ്കിലും ഒരു സ്റ്റിമുലി നമുക്ക് അനുഭവപ്പെടുമ്പോൾ നമുക്കതിനെ റെസ്പോണ്ട് ചെയ്യാൻ, നമുക്കതിനോട് പ്രതികരിക്കാനുള്ള കഴിവുണ്ട്. We sense our environment through our sense organs. Plants respond to external factors like light, water, temperature, other organisms, pollutants, etc. അല്ലേ, പ്ലാന്റ്സിനായാലും ശരി നമ്മുടെ ആനിമൽസിനായാലും ശരി എല്ലാത്തിനോടും റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. All organisms from the prokaryotes to the most complex eukaryotes can sense and respond to environmental cues. നമ്മുടെ സ്മോൾ ആയിട്ടുള്ള പ്രോക്യാരിയോട്സ് മുതൽ അല്ലേ യൂക്യാരിയോട്സ് വരെ നമ്മൾ കോംപ്ലക്സ്, നമുക്ക് എല്ലാം സെൻസ് ചെയ്യാനും നമ്മുടെ എൻവയോൺമെൻറ്റിന് പ്രതികരിക്കാനുമുള്ള കഴിവുണ്ട്. ഓൾ ഓർഗാനിസംസ് ഹാൻഡിൽ കെമിക്കൽസ് എൻറ്ററിങ് ദെയർ ബോഡീസ്. ഓൾ ഓർഗാനിസംസ് ദെയർഫോർ ആർ അവെയർ ഓഫ് ദെയർ സറൗണ്ടിങ്സ്. നമുക്ക് നമ്മുടെ സറൗണ്ട്സിനെ കുറിച്ച്, നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളതിനെക്കുറിച്ച് ചുറ്റുമുട്ടുള്ളതിനോട് റെസ്പോണ്ട് ചെയ്യാൻ നമുക്ക് അതിനെക്കുറിച്ചുള്ളൊരു അവെയറും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഹ്യൂമൻ ബീയിങ് ഈസ് ദ ഓൺലി ഓർഗാനിസം ഹു ഈസ് അവെയർ ഓഫ് ഹിംസെൽഫ്. ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനവനെക്കുറിച്ച് തന്നെ മനസ്സിലാക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ആർക്ക് മാത്രമാണുള്ളത്? ഹ്യൂമൻ ബീയിങ്സിനാണുള്ളത്. ഹാസ് സെൽഫ് കോൺഷ്യസ്നെസ്, ദാറ്റ് ഈസ് അത് നമുക്ക് സെൽഫ് കോൺഷ്യസ്നെസ് എന്ന് പറയാം. അപ്പോൾ കോൺഷ്യസ്നെസ് ദെയർഫോർ ബിക്കംസ് ദ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസം. അപ്പോൾ ഒരു ലിവിങ് ഓർഗാനിസത്തിനെ സംബന്ധിച്ചിടത്തോളം കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ലിവിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കൊന്നുകൂടെ നോക്കാം. ഓൾ ലിവിങ് ഓർഗാനിസംസും ഗ്രോ ചെയ്യുന്നുണ്ട് അല്ലേ, എല്ലാ ലിവിങ് ഓർഗാനിസംസും ഗ്രോ ചെയ്യുന്നു. അത് ലിവിങ്ങിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. റീപ്രൊഡക്ഷൻ ലൈക്ക്വൈസ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ലിവിങ് ഓർഗാനിസംസ്. എല്ലാ ജീവജാലങ്ങളിലും റീപ്രൊഡക്ഷൻ, അതായത് എസെക്ഷൽ ആയാലും സെക്ഷൽ ആയിട്ടുള്ള റീപ്രൊഡക്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ റീപ്രൊഡക്ഷൻ ഈസ് ദ characteristic feature of living organisms. Another characteristics of life is metabolism. നമ്മുടെ ബോഡിയിൽ അനേകം കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കെമിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ മെറ്റബോളിസം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൻ്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സെല്ലുലർ ഓർഗനൈസേഷൻ ഓഫ് ദ ബോഡി ഈസ് ദ ഡിഫൈനിങ് ഫീച്ചർ ഓഫ് ലൈഫ് ഫോംസ്. Consciousness therefore becomes the defining property of living organisms. Diversity in the living world. Next portion ആയിട്ട് പഠിക്കുന്നതാണ് diversity. If you look around, you will see a large variety of living organisms, with it potted plants, insects, birds, your pets or other animals and plants. അല്ലേ, നമ്മുടെ ചുറ്റും അനേകം ജീവജാലങ്ങളുണ്ട്. ഇൻസെക്ട്സ് ആയാലും ബേർഡ്സ് ആയാലും പോട്ടഡ് പ്ലാന്റ്സ് ആയാലും നമ്മുടെ പെറ്റ്സ് ആയാലും animals, other plants also. There are also several organisms that you cannot see with your naked eye, but they are all around you. അല്ലേ, നമ്മുടെ കണ്ണുകൾ കൊണ്ട് പോലും നമുക്ക് കാണാൻ കഴിയാത്ത ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ നമുക്ക് ചുറ്റും അവയും ജീവിക്കുന്നുണ്ട്. If you were to increase the area that you make observations in, the range and variety of organisms that you see would increase. അല്ലേ, നമുക്ക് ചുറ്റും നമുക്ക് എണ്ണപ്പെടാൻ കഴിയാത്ത അത്രയും തന്നെ ജീവജാലങ്ങൾ നമ്മുടെ ചുറ്റും തന്നെ കാണപ്പെടുന്നു. ഇഫ് യു വെയർ ടു വിസിറ്റ് എ ഡെൻസ് ഫോറസ്റ്റ് യു വുഡ് പ്രോബബ്ലി സീ മച്ച് ഗ്രേറ്റർ നമ്പർ ആൻഡ് കൈൻഡ്സ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് ഇൻ ഇറ്റ്. ഈച്ച് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പ്ലാന്റ്, ആനിമൽ ഓർ ഓർഗാനിസം ദാറ്റ് യു സീ റിപ്രസെൻറ്റ്സ് എ സ്പീഷീസ്.
അല്ല, ഒരുപാട് വെറൈറ്റി ഓഫ് ആനിമൽസും പ്ലാന്റ്സും ഒക്കെ കാണപ്പെടും. നമ്മൾ അതിനെ സ്പീഷീസ് എന്ന് ഡിനോട്ട് ചെയ്യുന്നുണ്ട്. The number of species that are known and described range between 1.7 to 1.8 million. This refers to biodiversity. ഇതിനാണ് എന്ത് പറയുന്നത്? ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. Or the number and types of organisms present on earth. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി എന്ന് എന്താണ്? Or the number and types of organisms present on earth. We should remember here that as we explore new areas and even old ones, new organisms are continuously being identified. എല്ലായിടത്തും പുതിയ പുതിയ ആനിമൽസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കാലം കഴിയുന്തോറും നമ്മൾ ഡിഫൈൻ ചെയ്തെടുക്കുന്നുണ്ട്. As stated earlier, there are millions of plants and animals in the world. We know the plants and animals in our own area by their local names. These local names would vary from place to place, even within a country. Probably, you would recognize the confusion that would be created if we did not find ways and means to talk to each other. To refer to organism we are talking about. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ചുറ്റും ഉള്ള ആനിമൽസ് അല്ലെങ്കിൽ പ്ലാന്റ്സ് അപ്പോൾ ഓരോരോ പേരിലായിരിക്കും അറിയപ്പെടുന്നത്. ദാറ്റ് ഈസ് പ്ലേസ് ടു പ്ലേസ്. നമ്മുടെ കൺട്രിക്കുള്ളിൽ നമ്മുടെ രാജ്യത്തിനകത്ത് പോലും ആ ഒരു മരത്തിന് അല്ലെങ്കിൽ ഒരു ജീവിയെ ചിലപ്പോൾ പല പേരുകളിലായിരിക്കും അറിയപ്പെടുക. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അയ്യോ, ഇത് എന്ത് ജീവിയാണ് അല്ലെങ്കിൽ ഇത് ഏത് പേരാണ്? പല സ്ഥലങ്ങളിലും പല പേരുകളിൽ അറിയപ്പെടുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാകാറുണ്ട്. Hence, there is a need to standardize the naming of living organisms such that a particular organism is known by the same name all over the world. This process is called nomenclature. അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് സയൻറ്റിഫിക്കലി എല്ലാ സ്ഥലത്തിലും ഓർഗാനിസത്തിന് ഓരോ പേരുണ്ട്. ദാറ്റ് ഈസ് ഒരു ജീവിക്ക് എല്ലാ സ്ഥലങ്ങളിലും കൂടെ എന്താണ് ഒരു സയൻറ്റിഫിക് നെയിമുണ്ട്. ദാറ്റ് ഈസ് അതായത് ഒരു പെർട്ടിക്കുലർ ഓർഗാനിസം ഈസ് നോൺ ബൈ ദ സെയിം നെയിം ഓൾ ഓവർ ദ വേൾഡ്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് നോമൻക്ലേച്ചർ. അതിനെയാണ് എന്ത് പറയുന്നത്? നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. ഒബ്വിയസ്ലി നോമൻക്ലേച്ചർ ഓർ നെയിമിംഗ് ഈസ് ഓൺലി പോസിബിൾ വെൻ ദ ഓർഗാനിസം ഈസ് ഡിസ്ക്രൈബ്ഡ് correctly and we know to what organism the name is attached to. This is identification. നമുക്കൊരു ജീവിക്കൊരു പേര് നൽകുമ്പോൾ നമുക്ക് ശരിക്കും ആ പേര് അതിനെ യോജിക്കുന്നതാണോ അല്ലെങ്കിൽ അത് ആ ഓർഗാനിസത്തിന് ആ നെയിം അറ്റാച്ച്ഡ് ആണോ എന്ന് നമ്മൾ നോക്കും അല്ലേ. അല്ലെങ്കിൽ ആ ജീവിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷനൊക്കെ വെച്ചിട്ടൊക്കെ ആയിരിക്കുമല്ലോ നമ്മളത് ചെയ്യുന്നത്. ദിസ് പ്രോസസ് ഈസ് ഐഡൻറ്റിഫിക്കേഷൻ. In order to facilitate the study, number of scientists have established a procedure to assign a scientific name to each known organism. This is acceptable to biologists all over the world. For plants, scientific names are based on agreed principles and criteria, which are provided in International Code for Biological Nomenclature. അപ്പോൾ സയൻറ്റിഫിക് നെയിംസ് ഓഫ് എഗ്രീഡ് പ്രിൻസിപ്പിൾസ് ആൻഡ് ക്രൈറ്റീരിയ ബയോളജിക്കൽ അത് പ്ലാന്റ്സിനെ പറയുന്ന പേരാണ് എന്താ പ്രൊവൈഡ് ചെയ്താണ് ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. എന്നാൽ ആനിമൽസ് ടാക്സോണമിസ്റ്റ് ഹാവ് ഇവോൾവ് ഇൻ്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ ICS ഉണ്ട്. അപ്പം സുവോളജിക്കാരുള്ളത് എന്താണ്? സുവോളജിക്കൽ കോഡാണ് അല്ലെ, കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. The scientific names ensure that each organism has only one name. Scientific name means എന്താണ്? ഈച്ച് ഓർഗാനിസത്തിനും എല്ലാ ഓർഗാനിസത്തിനും ഓരോ ഓർഗാനിസത്തിനും അവരുടേതായിട്ടുള്ള ഒരു നെയിമുണ്ട്. ഡിസ്ക്രിപ്ഷൻ ഓഫ് എനി ഓർഗാനിസം ഷുഡ് ഇനേബിൾ ദ പീപ്പിൾ ടു അറൈവ് അറ്റ് ദ സെയിം നെയിം. അത് എല്ലായിടത്തും നമുക്ക് ഒരു പേരിൽ ഏതൊരു കൺട്രിയിലായാലും അതിനൊരു സയൻറ്റിഫിക് നെയിം ഉണ്ട്. ഓൾസോ അത് എല്ലാ സ്ഥലങ്ങളിലും ഒരൊറ്റ പേരിലായിരിക്കും ആ ജീവിക്ക് ഉണ്ടായിരിക്കുക. സയൻറ്റിഫിക്കലി എല്ലായിടത്തും എന്തുണ്ടാവും? ഒരു പേരായിരിക്കും. കൺട്രിക്കുള്ളിലായാലും കൺട്രിക്ക് പുറത്തായാലും എല്ലാം ഒരു നെയിമാണ്. They also ensure that such a name has not been used for any other non-organisms. Biologists follow universally accepted principles to provide scientific names to non-organisms.
ഈച്ച് നെയിം ഹാസ് 2 കമ്പോണൻസ്. അതിന് എല്ലാ സ്ഥലത്തും എന്താണ് ആ പേര് അക്സെപ്റ്റബിൾ ആണ്. അങ്ങനെയുള്ള സയൻറ്റിഫിക് നെയിമിന് 2 കമ്പോണൻസ് ആണ് ഉള്ളത്, ജനറിക് നെയിം ആൻഡ് ദ സ്പെസിഫിക് എപ്പിത്തറ്റ് അല്ലേ. ജനറിക് ആയിട്ടുള്ള നെയിമും ഉണ്ട്, സ്പെസിഫിക് ആയിട്ടുള്ള എപ്പിത്തറ്റും ഉണ്ട്. ദിസ് സിസ്റ്റം ഓഫ് പ്രൊവൈഡിങ് എ നെയിം വിത്ത് 2 കമ്പോണൻസ് ഈസ് കോൾഡ് ബൈനോമിയൽ നോമൻക്ലേച്ചർ അല്ലേ. അങ്ങപ്പോൾ ഇതാണ് ഒരു നെയിം 2 കമ്പോണൻസ് വെച്ചിട്ടുള്ള നെയിം പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് പറയുന്നത് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഒന്നുമില്ല, ബയോളജിക്കൽ നെയിം എന്ന് മാത്രമാണ് അതിൻ്റെ മീനിങ്. അതിന് നമ്മളെന്ത് പറയുന്നു, ബൈനോമിയൽ നോമൻക്ലേച്ചർ. ദിസ് നൈമിംഗ് സിസ്റ്റം ഗിവൻ ബൈ കരോളസ് ലിന്നേയസ് ഈസ് ബീങ് പ്രാക്ടീസ്ഡ് ബൈ ബയോളജിസ്റ്റ് all over the world. This naming system using a 2-word format was found convenient. Let us take the example of mango to understand the way of providing scientific names better. The scientific name of mango is written as Mangifera indica. അപ്പോൾ മാംഗോയുടെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് മാഞ്ചിഫെറ ഇൻഡിക്ക ആണ്. ദാറ്റ് ഈസ് ഓൾ ഓവർ ദ വേൾഡ് യുവർ നെയിം ഈസ് മാഞ്ചിഫെറ ഇൻഡിക്ക. Let us see how it is a binomial name. In this name, Mangifera represents the genus while Indica is a particular species. അപ്പോൾ ഫസ്റ്റ് നെയിം, അത് മാഞ്ചിഫെറ എന്ന് പറയുന്ന ഫസ്റ്റ് നെയിം അതിൻ്റെ ജീനസ് നെയിമിനാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത്. എന്നാൽ ഇൻഡിക്ക എന്ന് പറയുന്ന നെയിം അതിൻ്റെ സ്പീഷീസ്, ഒരു പെർട്ടിക്കുലർ സ്പീഷീസ് ഉണ്ടായിരിക്കുമല്ലോ, ആ സ്പീഷീസ് നെയിമിനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഒരു അതർ യൂണിവേഴ്സൽ റൂൾസ് ഓഫ് നോമൻക്ലേച്ചർ, നമുക്ക് യൂണിവേഴ്സലി അക്സെപ്റ്റ് ചെയ്ത ചില റൂൾസ് ഉണ്ട്. അത് നമ്മൾ നോമൻക്ലേച്ചർ എഴുതുമ്പോൾ, അതായത് ഒരു ബൈനോമിയൽ നോമൻക്ലേച്ചർ ആയിട്ടുള്ള ഒരു സയൻറ്റിഫിക് നെയിം ഒരു ആനിമൽസ് അല്ലെങ്കിൽ ഒരു പ്ലാന്റ്സിനെ സംബന്ധിച്ച് എഴുതുമ്പോൾ ചില ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്, യൂണിവേഴ്സലി റൂൾസ്. അപ്പോൾ നോക്കാം. ബയോളജിക്കൽ നെയിംസ് ആർ ജനറലി ഇൻ ലാറ്റിൻ ആയിരിക്കണം ആൻഡ് റിട്ടൺ ഇൻ ഇറ്റാലിക്സ്. Latin and written in italics. They are Latinized or derived from Latin irrespective of their origin. ലാറ്റിൻ ആൻഡ് റിട്ടൺ ഇറ്റാലിക്സിലാണ് നമ്മളത് എഴുതുക. ദാറ്റ് ഈസ് പ്രിൻറ്റ് ചെയ്യുമ്പോൾ നമ്മളതിന് ഇറ്റാലിക്സിലാണ് പ്രിൻറ്റിങ് നടക്കുക. ഫസ്റ്റ് വേർഡ് ഈസ് എ ബയോളജിക്കൽ നെയിം റിപ്രസെൻറ്റ്സ് ദ ജീനസ്. ഫസ്റ്റ് നെയിം, അതിലെ ഫസ്റ്റ് നെയിം ജീനസിനെയും സെക്കൻഡ് കമ്പോണൻറ്റ് ഡിനോട്ട്സ് ദ സ്പെസിഫിക് എപ്പിത്തറ്റ്, ദാറ്റ് ഈസ് സ്പീഷീസ് നെയിമിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. Both the words in a biological name when hand written are separate underlined. നമ്മൾ ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇറ്റാലിക്സിലാണ് പ്രിൻറ്റിങ് നടക്കുക. ദാറ്റ് മീൻസ് നമ്മൾ ഹാൻഡ് റിട്ടൺ എഴുതുമ്പോൾ രണ്ടും സെപ്പറേറ്റ് ഒരുമിച്ച് അണ്ടർലൈൻ ചെയ്യാൻ പാടില്ല. അത് റൂളാണ്. പ്രത്യേകം നമ്മളതിനെ അണ്ടർലൈൻ ചെയ്യണം. പ്രിൻറ്റഡ് ഇൻ ഇറ്റാലിക്സ് ടു ഇൻഡിക്കേറ്റ് ദെയർ ലാറ്റിൻ ഒറിജിൻ. അത് നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇറ്റാലിക്സിലാണ് ആ ടൈപ്പിങ്സ് കാണിക്കുക. ദ ഫസ്റ്റ് വേർഡ് ഡിനോട്ടിങ് ദ ജീനസ് സ്റ്റാർട്ട് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. നമ്മൾ ജീനസ് നെയിം ആണ് ഫസ്റ്റ് എഴുതുന്നതെന്ന് പറഞ്ഞു. ആ ജീനസ് നെയിം ഫസ്റ്റ് എഴുതുമ്പോഴത്തേക്ക് അത് ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യണം. ദെൻ നമ്മൾ എഴുതുന്നത് സ്പീഷീസ് നെയിമാണ്. ഓൾ ആർ സ്മോൾ ലെറ്റേഴ്സ്. The first word denoting the genus starts with a capital letter while the specific epithet starts with a small letter. It can be illustrated with the example of Mangifera indica. അപ്പോൾ ഫസ്റ്റ് അത് ജീനസ് നെയിം ഡിനോട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ഈസ് ക്യാപിറ്റൽ ആണ് യൂസ് ചെയ്യുന്നത്. ജീനസ് നെയിം എഴുതുമ്പോൾ എല്ലാം സ്മോൾ ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതുന്ന സമയത്ത് പ്രത്യേകം അണ്ടർലൈൻ ചെയ്തിരിക്കണം. ഫസ്റ്റ് നെയിം ജീനസ് നെയിമും സെക്കൻഡ് നെയിം എന്ന് പറയുന്നത് സ്പീഷീസിനാണ് ഡിനോട്ട് ചെയ്യുന്നത്. Name of the author appears after the specific epithet, that is the end of the biological name, and is written as an abbreviation form. Example, Mangifera indica Linnaeus. Linnaeus എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് ഇതിനെ ഒരു കണ്ടുപിടുത്തം നടത്തിയത്. അപ്പം അദ്ദേഹത്തിൻ്റെ പേര് ലാസ്റ്റ് അതിനെ റിപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ലിൻ എന്ന് പറയുന്ന ഒരു പേര് കൂടി നമ്മൾ അതിൻ്റെ കൂടെ എഴുതാറുണ്ട്. Since it is nearly impossible to study all living organisms, it is necessary to devise some means to make this possible. This process classification. നമുക്കറിയാം നമ്മൾ എല്ലാ ജീവജാലങ്ങളെയും സെപ്പറേറ്റ് എടുത്ത് ഓരോ ജീവിയെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഇന്ന ഗ്രൂപ്പിൽ വരുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ ഈസ് ദ പ്രോസസ് ബൈ
which anything is grouped into convenient categories based on some easily observable characters. അല്ലേ, നമുക്ക് പെട്ടെന്നൊരു ജീവിയെ കാണുമ്പോൾ അതിനൊരു ചില ക്യാരക്ടേഴ്സ് ഉണ്ട് അല്ലേ, അപ്പോൾ ആ ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അതിലുള്ള ആനിമൽസിലും കാണപ്പെടുന്നുണ്ട്. അപ്പം നമ്മൾ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. അല്ല നമ്മൾ ഓരോ ജീവിയെയും ഒരുമിച്ച് പെട്ടെന്ന് നമ്മൾ എല്ലാവരും സ്റ്റഡി ചെയ്യുന്നുണ്ട്, അതല്ല നമുക്ക് പെട്ടെന്ന് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പെട്ടെന്നൊരു ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഡിഫൈൻ ചെയ്യാൻ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരുമിച്ചൊരു ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവയെ ഒരു ക്ലാസിഫൈ ചെയ്ത് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഒരുമിച്ച് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, പൊതുവേ അതിനുള്ള ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ മനസ്സിലാക്കുന്നു. For example, we easily recognize groups such as plants or animals or dogs, cats or insects the moment we use any of these terms. We associate certain characters with the organism in that group. What image do you see when you think of a dog? Obviously, each one of us will see dogs are not cats. അല്ലേ, നമുക്കൊരു ഡോഗിനെ കാണുമ്പോൾ അത് ക്യാറ്റ് അല്ല എന്ന് തിരിച്ചറിയാം. ദാറ്റ് ഈസ് അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് കൊണ്ടാണ് നമുക്കറിയാൻ പറ്റുന്നത്. ഡോഗ്സ് തന്നെ പലതരത്തിലുണ്ട് ഇല്ലേ, അപ്പോൾ നമുക്ക് അവയത് ഡോഗാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ചില ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ പൂച്ചയിൽ നിന്ന് ഡോഗിനെ വേർതിരിക്കുന്ന ചില ക്യാരക്ടേഴ്സ് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് ക്യാറ്റല്ല ഡോഗാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. Now, if we were to think of Alsatians, we know what we are talking about. Similarly, suppose we were to say mammals, you would, of course, think of animals which with external ears and body hair. Likewise, in plants, if you try to talk of wheat, the picture in each of our minds will be of wheat plants, not of rice. വീറ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ റൈസിൻ്റെ ഒരു ഇമേജ് വരുമോ? ഇല്ല. അത് വീറ്റ് ആകുന്നതിനുള്ള ഒരു ക്യാരക്ടേഴ്സ് വീറ്റിനുണ്ട്, റൈസ് ആകുന്നതിൻ്റെ ഒരു ക്യാരക്ടേഴ്സ് റൈസിനും ഉണ്ട്. Dogs, cat, mammals, wheat, rice, plants, animals, etc. are convenient categories we use to study organisms. The scientific term for these categories is taxa. അപ്പോൾ സയൻറ്റിഫിക് ടേമിനെ പറയുന്ന പേരാണ്, കാറ്റഗറീസിനെ പറയുന്ന പേരാണ് സയൻറ്റിഫിക് ടേം ഫോർ ദീസ് കാറ്റഗറീസ്. അപ്പോൾ ഈ ഓരോ കാറ്റഗറീസിലും വരുന്നതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടേമാണ് ടാക്സ. ഹിയർ യു മസ്റ്റ് റിക്കഗ്നൈസ് ദാറ്റ് ടാക്സ ക്യാൻ ഇൻഡിക്കേറ്റ് കാറ്റഗറീസ് അറ്റ് very different levels. Plants also form a taxa. Wheat is also a taxa. Similarly, animals, mammals, dogs are all taxa. അല്ലേ, അപ്പോൾ എല്ലാം എന്താണ്, സയൻറ്റിഫിക് നെയിം ഈസ് എ ടാക്സയാണ്. ബട്ട് യു നോ ദാറ്റ് എ ഡോഗ് ഈസ് എ മാമൽ ആൻഡ് മാമൽസ് ആർ ആനിമൽസ്. Therefore, animals, mammals and dogs represent taxa at different levels, isn't it? Hence, based on characteristics, all living organism can be classified into different taxa. എന്താണ്, അവരുടെ ക്യാരക്ടേഴ്സ് അനുസരിച്ചിട്ട് എല്ലാ ലിവിങ് ഓർഗാനിസത്തിനെയും ഡിഫറെൻറ്റ് ടാക്സിലാക്കിയിട്ടുണ്ട്. ദിസ് പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് ടാക്സോണമി. അല്ലേ, ഇപ്പോൾ ഇങ്ങനൊരു രീതിയിലുള്ള, അത് ഓരോ എല്ലാ ലിവിങ് ഓർഗാനിസത്തിനെയും അവരുടെ ക്യാരക്ടറിസ്റ്റിക് അനുസരിച്ചിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ടാക്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ നമുക്ക് ടാക്സോണമി എന്ന് പറയാം. അപ്പോൾ hence, based on characteristics, all living organisms can be classified into different taxa. This process of classification is taxonomy. External and internal structure, along with the structure of cell, development process and ecological information of organisms are essential and form the basis of modern taxonomist studies. Hence, characterization, identification, classification and nomenclature are the process that are basic to taxonomy. അപ്പോൾ മനസ്സിലാക്കുക, ടാക്സോണമിയുടെ ബേസിസ് എന്ന് പറയുന്നത് ക്യാരക്ടറൈസേഷൻ നടത്തുന്നു, ദെൻ ഐഡൻറ്റിഫിക്കേഷൻ നടത്തുന്നു, ദെൻ ക്ലാസിഫിക്കേഷൻ നടത്തുന്നു, ദെൻ അതിന് ഒരു പേരിടും അല്ലേ, നോമൻക്ലേച്ചർ. അതാണ് ദ പ്രോസസ് ഓഫ് ദ that are basic to taxonomy.
Taxonomy is not something new. Human beings have always been interested in knowing more and more about the various kinds of organisms, particularly with a reference to their own use. In early days, human beings needs to find sources for their basic needs of food, clothing and shelter. Hence, the earliest classifications were based on the uses of various organisms. Human beings were since along not only interested in knowing more about different kinds of organisms and their diversities, but also the relationships among them. This branch of study was referred to as systematic. നമുക്ക് നടത്തുന്ന ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി ആണല്ലോ. The word systematic is derived from the Latin word systema, which means the systematic arrangement of organisms. Linnaeus used Systema Nature as the title of his publication. The scope of systematics was later enlarged to include identification, nomenclature, and classification. Systematics takes into account evolutionary relationship between organisms. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ലിവിങ്, ഒരു ജീവി ലിവിങ് ആണ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു അല്ലേ. ലിവിങ് എന്താണെന്ന് മനസ്സിലാക്കി, ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്താണെന്ന് മനസ്സിലാക്കി, ടാക്സോണമി എന്താണെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് ടാക്സോണമിക് കാറ്റഗറീസിനെ കുറിച്ച് പറയാനുണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ ലിവിങ് എന്നും നിങ്ങൾ ഡൈവേഴ്സിറ്റി, ലിവിങ് വേൾഡിലുള്ള ഡൈവേഴ്സിറ്റിയെക്കുറിച്ചും ടാക്സോണമിക്ക് ബൈനോമിയൽ നോമൻക്ലേച്ചർ ഒരു സയൻറ്റിഫിക് നെയിം എങ്ങനെ എഴുതുന്നു എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. നന്നായിട്ട് പഠിച്ചതിന് ശേഷം നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ടാക്സോണമിക് കാറ്റഗറീസ് പറഞ്ഞു തരാം. ടാക്സോണമിക് കാറ്റഗറീസ് പറയുമ്പോൾ ഒരു ടാക്സോണമിക് എയ്ഡ്സും കൂടെ പറയേണ്ടി വരും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിലത് എന്താണ് വീഡിയോയിൽ നിൽക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും അടുത്ത വീഡിയോയും കാണുക. ഓക്കെ.